രാവിലെ എണീറ്റപ്പോൾ തന്നെ കോട്ടൂർ ബേയുടെ അതിമനോഹരമായ കാഴ്ച കണ്ടാണ് ഇന്നത്തെ ദിവസത്തെ തുടക്കം. ഇന്നലെ ഈ റൂമിൽ വന്ന് കയറിയപ്പോൾ നേരം ഇരട്ടിയിരുന്നു. ഒരു കാപ്പിയൊക്കെ ഇട്ട് കുറേ നേരം ഞങ്ങൾ ആ ഭംഗി ആസ്വദിച്ചു നിന്നു. കോട്ടൂരിൽ നിന്നും ഒരു 15 കിലോമീറ്റർ അകലെയുള്ള പെറാസ്റ്റിലേക്കാണ് ഇന്നത്തെ യാത്ര. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ബാൽക്കൺ കൺട്രീസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് B4 ബാക്ക് പാക്കേഴ്സ് അറേഞ്ച് ചെയ്യുന്ന അൽബേനിയ ആൻഡ് മോണ്ടനിഗ്രോ ട്രിപ്പിൽ ജോയിൻ ചെയ്യാം. അൽബേനിയയിലെ തിരാനയിൽ നിന്നും തുടങ്ങി ബാൽക്കൻസിലെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് കേബിൾ കാറായ ടൈറ്റി എക്സ്പ്രസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അൽബേനിയൻ ആപ്സിലൂടെയുള്ള ഒരു സീനിക് ഡ്രൈവിൽ കൊമാൻ ലേക്ക്, ഷ്കോഡർ സിറ്റി, റൊസാഫ കാസൽ, ക്രൂയെ കാസലൊക്കെ വിസിറ്റ് ചെയ്ത് മോണ്ടനിഗ്രോയിലെത്തി കോട്ടൂർ ഓൾഡ് ടൗൺ, പെറാസ്റ്റ്, ബുഡ്വ, സ്വെതി സ്റ്റെഫാനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് തിരാനയിൽ തന്നെ എൻഡ് ചെയ്യുന്ന ഒരു 4 days 3 nights ബാൽക്കൻ റോഡ് ട്രിപ്പ്. യാത്രകൾ പ്ലാൻ ചെയ്യാൻ സമയമില്ലാത്തവർക്കും ഫാമിലി ആയിട്ടോ അല്ലാതെയോ ഗ്രൂപ്പ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും. ഫുൾ ഐറ്റിനറി ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് B4 ബാക്ക് പാക്കേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഒരു കാലത്ത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ടൗൺ ആയിരുന്നു പെറാസ്റ്റ്. ഈ 2 ഐലൻഡുകളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ സെയിൻറ്റ് ജോർജ് ഐലൻഡിലേക്ക് പബ്ലിക് ആക്സസ് ഇല്ല. നൂറ്റാണ്ടുകളായി ഇതൊരു സേക്രഡ് പ്ലേസായി കണക്കാക്കി പോരുന്നു. 12ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു സെമിട്രി ഉള്ളത് കാരണം ഇതിനെ ഐലൻഡ് ഓഫ് ഡെത്ത് എന്നും വിളിക്കാറുണ്ട്. ഒരു പെയിൻറ്റിംഗ് പോലെ മനോഹരമാണ് സൈപ്രസ് മരങ്ങളാൽ നിറഞ്ഞ ഈ ചെറിയ ദ്വീപ് കാണാൻ. തൊട്ടടുത്തുള്ള ലേഡി ഓഫ് ദ റോക്സ് ആണ് 2ാമത്തെ ഐലൻഡ്. ഈ ഐലൻഡിലേക്ക് നമുക്ക് ബോട്ടിൽ വന്നിറങ്ങാം. ഇവിടുത്തെ ചെറിയ ചർച്ചും ചർച്ചിനോട് ചേർന്നുള്ള മ്യൂസിയം ഒക്കെ കാണാം. സെയിൻറ്റ് ജോർജ് ഐലൻഡ് നാച്ചുറലി ഫോം ആയതാണെങ്കിൽ ഇത് മനുഷ്യരുണ്ടാക്കിയതാണ്. 1452 പെറാസ്റ്റിൽ നിന്നുള്ള 2 നാവികർ രൂക്ഷമായ കാറ്റിലും പേമാരിയിലും ഉൾപ്പെട്ടു. വള്ളം കൂറ്റൻ തിരമാലകൾക്കിടയിൽ ആടി ഉലയുന്നതിനിടെ കന്യാമറയത്തിൻ്റെ ഒരു രൂപം അവർ കണ്ടുവെന്നും അന്ന് ചെയ്ത ഒരു പ്രതിജ്ഞയിൽ പിന്നീട് അവർ രക്ഷപ്പെട്ടതിന് ശേഷം ആ സ്ഥലത്ത് പെറാസ്റ്റിലെ ജനങ്ങൾ നൂറ്റാണ്ടുകളോളം കല്ലുകൾ കൊണ്ടുപോയിട്ട് 500-ലേറെ വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഐലൻഡ്. ഇപ്പോഴും എല്ലാ വർഷവും ജൂലൈ 22-ന് ഫാഷിനാഡ എന്നൊരു സൺസെറ്റ് റിച്വൽ സെറിമണിയിൽ പെറാസ്റ്റിലെ ജനങ്ങൾ ഒത്തുകൂടി ഈ ഐലൻഡിലേക്ക് കല്ലുകൾ നിക്ഷേപിക്കുന്നൊരു പതിവുണ്ട്. ഈ ഐലൻഡ് മുങ്ങിപ്പോകാതിരിക്കാനും നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന പാരമ്പര്യത്തെ സംരക്ഷിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. കഥകളും കാഴ്ചകളും ഏറെയുള്ള പെറാസ്റ്റ് മോണ്ടനിഗ്രോ യാത്രയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.